CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. നമസ്കാരം. CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. അമ്പലപ്പാറ പഞ്ചായത്തിലെ കടമ്പൂർ പനിയൂർക്കാവ് തടയണയുടെ നിർമ്മാണോദ്ഘാടനം ജലവിഭവ വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി നിർവഹിച്ചു. സൗരോർജ്ജം ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള പദ്ധതി കൂടി ഇതിന്റെ ഭാഗമായി നടപ്പിലാക്കുമെന്ന് മന്ത്രി അറിയിച്ചു. ബലക്ഷയം കണ്ടെത്തിയതിനെ തുടർന്ന് അപകടാവസ്ഥയിലായ ചെർപ്പുളശ്ശേരിയിലെ പഴയ ബസ് സ്റ്റാൻഡ് കെട്ടിട സമുച്ചയം പൊളിച്ചു നീക്കാൻ നഗരസഭ നടപടി തുടങ്ങി. പകരമായി ആധുനിക സൗകര്യങ്ങളോട് കൂടിയ പുതിയ കെട്ടിടം നിർമ്മിക്കാൻ 2025-26 സാമ്പത്തിക വർഷത്തിൽ 7 കോടി രൂപയുടെ പദ്ധതി രേഖ നഗരസഭ തയ്യാറാക്കിയിട്ടുണ്ട്. അടിസ്ഥാന വികസനം, ആരോഗ്യം, വിദ്യാഭ്യാസം, കൃഷി തുടങ്ങിയ പ്രധാന മേഖലകൾക്ക് വലിയ പ്രാധാന്യം നൽകിക്കൊണ്ട് മലപ്പുറം നഗരസഭയുടെ 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റ് അവതരിപ്പിച്ചു. നഗരസഭ വൈസ് ചെയർമാൻ ജിതേഷ് ജി അനിലാണ് വികസന രേഖ അവതരിപ്പിച്ചത്. മലപ്പുറം ജില്ലാ കളക്ടർ ഡോക്ടർ വിനയ് ഗോയലിന്റെ അധ്യക്ഷതയിൽ ജില്ലാ ആസൂത്രണ സമിതി ഹാളിൽ ജില്ലാ വികസന സമിതി യോഗം ചേർന്നു. സ്ത്രീകളിലെ സർവിക്കൽ ക്യാൻസറിനെതിരായ HPV വാക്സിൻ ക്യാമ്പയിൻ ജില്ലയിൽ ആരംഭിച്ചതായി ജില്ലാ മെഡിക്കൽ ഓഫീസർ യോഗത്തിൽ അറിയിച്ചു. ബലക്ഷയം കണ്ടെത്തിയതിനെ തുടർന്ന് അപകടാവസ്ഥയിലായ ചെർപ്പുളശ്ശേരിയിലെ പഴയ ബസ് സ്റ്റാൻഡ് കെട്ടിട സമുച്ചയം പൊളിച്ചു നീക്കാൻ നഗരസഭ നടപടി തുടങ്ങി. പകരമായി ആധുനിക സൗകര്യങ്ങളോട് കൂടിയ പുതിയ കെട്ടിടം നിർമ്മിക്കാൻ 2026-27 സാമ്പത്തിക വർഷത്തിൽ 7 കോടി രൂപയുടെ പദ്ധതി രേഖ നഗരസഭ തയ്യാറാക്കിയിട്ടുണ്ട്. 2023 ഓഗസ്റ്റിൽ നടത്തിയ വിദഗ്ധ പരിശോധനയിൽ കെട്ടിടത്തിന്റെ ഭീമുകളിലും തൂണുകളിലും ഗുരുതരമായ വിള്ളലുകൾ കണ്ടെത്തുകയും കോൺക്രീറ്റ് കമ്പികൾ പഴകി ദ്രവിച്ചതായി സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. സൺഷെയ്ഡുകൾ അടർന്നു വീഴുന്ന സ്ഥിതിയിലായതോടെ യാത്രക്കാരുടെ സുരക്ഷ കണക്കിലെടുത്താണ് നടപടി. 1989 തറക്കല്ലിട്ട് 1995 ഉദ്ഘാടനം ചെയ്ത ഈ കെട്ടിടത്തിന് കേവലം 3 പതിറ്റാണ്ടിന്റെ പഴക്കം മാത്രമേയുള്ളൂ. താഴത്തെ നിലയിൽ വ്യാപാര സ്ഥാപനങ്ങളും മുകളിലെ നിലയിൽ സർക്കാർ ഓഫീസുകളുമായിരുന്നു പ്രവർത്തിച്ചിരുന്നത്. അപകട ഭീഷണി മുൻനിർത്തി മുകൾ നിലകളിലെ ഓഫീസുകൾ നേരത്തെ തന്നെ ഒഴിഞ്ഞുപോയിരുന്നു. സ്റ്റാൻഡിന്റെ പ്രവർത്തനം ഉടൻ നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 5 ചേർന്ന ട്രാഫിക് റെഗുലേറ്ററി യോഗം റീജിയണൽ ട്രാൻസ്പോർട്ട് അതോറിറ്റിക്ക് കത്തു നൽകിയിരുന്നുവെങ്കിലും ചില പരാതികൾ കാരണം പൊളിക്കൽ നടപടികൾ വൈകുകയായിരുന്നു. നിലവിൽ തടസ്സങ്ങൾ നീങ്ങിയതായും കെട്ടിടം ഉടൻ പൊളിച്ചു നീക്കുമെന്നും നഗരസഭ അധികൃതർ വ്യക്തമാക്കി. പകരമായി ബസ്സുകൾക്ക് പുത്തനാൽക്കൽ പരിസരത്തെ പുതിയ ബസ് സ്റ്റാൻഡിൽ താൽക്കാലിക ക്രമീകരണം ഏർപ്പെടുത്തും. പകരമായി ആധുനിക സൗകര്യങ്ങളോട് കൂടിയ പുതിയ കെട്ടിടം നിർമ്മിക്കാൻ 2025-26 സാമ്പത്തിക വർഷത്തിൽ 7 കോടി രൂപയുടെ പദ്ധതി രേഖ നഗരസഭ തയ്യാറാക്കിയിട്ടുണ്ട്. ഇക്കാര്യം നഗരസഭ അധ്യക്ഷ KT ജംസിയെയും ഉപാധ്യക്ഷൻ C ജയകൃഷ്ണനും അറിയിച്ചു. CCN ചെർപ്പുളശ്ശേരി. ചിനക്കത്തൂർ പൂരത്തിന് മുന്നോടിയായുള്ള പ്രധാന ചടങ്ങുകളിലൊന്നായ കുതിരയ്ക്ക് തലവെക്കൽ ആവേശത്തോടെ നടന്നു. ഇതോടെ തിങ്കളാഴ്ച നടക്കുന്ന മഹാപൂരത്തിന്റെ ആഘോഷങ്ങളിലേക്ക് നാട് കടന്നു. ഞായറാഴ്ച നടന്ന കുമ്മാട്ടി ആഘോഷങ്ങളും കുതിരയ്ക്ക് തലവെക്കലും കാണാൻ നൂറുകണക്കിന് ആളുകളാണ് എത്തിയത്. ശനിയാഴ്ച വൈകിട്ട് നീലിക്കാവിൽ നിന്ന് 5 ഗജവീരന്മാരുടെ അകമ്പടിയോടെ നടന്ന താലപ്പൊലി എഴുന്നള്ളത്തിന് പിന്നാലെയാണ്
ചടങ്ങുകൾ നടന്നത്. കല്ലൂർ ഉണ്ണികൃഷ്ണന്റെ നേതൃത്വത്തിൽ 60-ലധികം കലാകാരന്മാർ അണിനിരന്ന പാണ്ടിമേളം പൂരപ്രേമികൾക്ക് ആവേശമായി. CCN ഒറ്റപ്പാലം. കുമരനെല്ലൂർ കുമ്പിടി കാങ്കപ്പുഴ റെഗുലേറ്റർ കം ബ്രിഡ്ജ് ഉദ്ഘാടനത്തിനൊരുങ്ങുന്നു. പാലക്കാട്, മലപ്പുറം ജില്ലകളെ ബന്ധിപ്പിക്കുന്നതാണ് കാങ്കപ്പുഴ റെഗുലേറ്റർ കം ബ്രിഡ്ജ്. 102 കോടി രൂപ ചിലവിൽ നടപ്പാക്കുന്ന പദ്ധതിയുടെ റെഗുലേറ്ററുമായി ബന്ധപ്പെട്ട ജോലികൾ പൂർത്തിയായി കഴിഞ്ഞു. 5% ജോലികളാണ് ഇനി അവശേഷിക്കുന്നത്. ഇത് റോഡ് പണിയുമായി ബന്ധപ്പെട്ടതാണ്. കുമ്പിടി ഭാഗത്തെ അപ്രോച്ച് റോഡിന്റെ പണികൾ അവസാന ഘട്ടത്തിലാണ്. നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വാഹനങ്ങൾക്ക് പാലത്തിലൂടെ കുറ്റിപ്പുറം ഭാഗത്ത് ഇറങ്ങാനാകുമെങ്കിലും മുഴുവൻ പണികളും പൂർത്തിയായാൽ മാത്രമേ പൊതുഗതാഗതത്തിന് തുറന്നുകൊടുക്കാൻ കഴിയൂ. തൃത്താല MLAയും മന്ത്രിയുമായ MP രാജേഷിന്റെയും കോട്ടക്കൽ MLA ആബിദ് ഹുസൈന്റെയും സജീവ ഇടപെടലുകൾ പദ്ധതി വേഗത്തിലാക്കുന്നതിന് സഹായകമായിട്ടുണ്ട്. കുറ്റിപ്പുറം പഞ്ചായത്തിലെ ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് ചെറിയ തടസ്സങ്ങൾ കൂടി നീങ്ങിയാൽ മഴക്കാലത്തിന് മുന്നേ തന്നെ പൂർണ്ണതോതിൽ കാങ്കപ്പുഴ റെഗുലേറ്റർ കം ബ്രിഡ്ജ് പ്രവർത്തന സജ്ജമാകും. നിലവിൽ പണി പൂർത്തിയായ റെഗുലേറ്ററിന്റെ ഉദ്ഘാടനം ഈ മാസം അവസാനത്തോടെ നടത്താനുള്ള ഒരുക്കത്തിലാണ് അധികൃതർ. പരീക്ഷണാടിസ്ഥാനത്തിൽ ഷട്ടറുകൾ താഴ്ത്തി ജലസംഭരണം ആരംഭിച്ചപ്പോൾ തന്നെ ഗുണഫലം സമീപ പ്രദേശങ്ങളിൽ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. 2022 പദ്ധതി പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്. എറണാകുളം ആസ്ഥാനമായ പൗലോസ് ജോർജ് കൺസ്ട്രക്ഷൻ കമ്പനിയാണ് നിർമ്മാണം ഏറ്റെടുത്ത് നടത്തുന്നത്. CCN പട്ടാമ്പി. കരിമ്പുഴ കോട്ടപ്പുറത്ത് മയക്കുമരുന്നുമായി യുവാവിനെ പോലീസ് പിടികൂടി. MDMAയുമായാണ് ഇയാൾ ശ്രീകൃഷ്ണപുരം പോലീസിന്റെ പിടിയിലായത്. കോട്ടപ്പുറം വേങ്ങര വീട്ടിൽ കോയയുടെ മകൻ സിദ്ദിഖാണ് 4.90 ഗ്രാം MDMAയുമായി ശ്രീകൃഷ്ണപുരം പോലീസിന്റെ പിടിയിലായത്. ഞായറാഴ്ച പുലർച്ചെ 4 മണിയോടെ കോട്ടപ്പുറം ഭാഗത്ത് സംശയാസ്പദമായ സാഹചര്യത്തിൽ കണ്ടതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഇയാളിൽ നിന്നും മയക്കുമരുന്ന് കണ്ടെടുത്തത്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കുമെന്ന് പോലീസ് അറിയിച്ചു. CCN കടമ്പഴിപ്പുറം. ചെർപ്പുളശ്ശേരി അയ്യപ്പൻകാവിൽ 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവത്തിന് മാർച്ച് 4-ന് കൊടിയേറും. ഉത്സവത്തിന് മുന്നോടിയായി 4 ദിവസങ്ങളിലായുള്ള ദ്രവ്യകലശ ചടങ്ങുകൾ ശനിയാഴ്ച ആരംഭിച്ചു. വരും ദിവസങ്ങളിൽ വൈകിട്ട് 6:30 മുതൽ വിവിധ കലാപരിപാടികൾ അരങ്ങേറും. മാർച്ച് 4-ന് വൈകിട്ട് 5-ന് ദേവസ്വത്തിന്റെ വാദ്യകലാക്ഷേത്രത്തിൽ സോപാന സംഗീതം നടക്കും. രാത്രി 7-ന് തന്ത്രി അഴകത്ത് പരമേശ്വരൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലും മേൽശാന്തി തെക്കുംപറമ്പ് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെ സഹകാർമ്മികത്വത്തിലും ഉത്സവ കൊടിയേറ്റം നടക്കും. 5-ാം തീയതി സംഗീത ചാക്യാരുടെ ചാക്യാർകൂത്തും 6-ാം തീയതി നാദതാള വിസ്മയവും അരങ്ങേറും. 7-ാം തീയതി രാവിലെ 9:30-ന് സമാദരണ സദസ് നടക്കും. ചടങ്ങിൽ വെച്ച് ഈ വർഷത്തെ ശ്രീധർമ്മശാസ്ത്ര പുരസ്കാരം കുറുങ്കുഴൽ കലാകാരൻ ചേലക്കര ഗിരിജന് സമ്മാനിക്കും. കൂടാതെ ആലിപ്പറമ്പ് ശിവരാമ പൊതുവാൾ സ്മാരക എൻഡോമെന്റ് മദ്ദള കലാകാരൻ കോങ്ങാട് സുകുമാരനും പൂക്കാട്ടിരി രാമപൊതുവാൾ സ്മാരക എൻഡോമെന്റ് വാദ്യകലാകാരൻ ചെറുതാഴം കുഞ്ഞിരാമമാരാർക്കും നൽകും. തന്ത്രി അഴകത്ത് ശാസ്ത്ര ശർമ്മൻ നമ്പൂതിരിപ്പാട് സ്മാരക എൻഡോമെന്റും വിതരണം ചെയ്യും. പിന്നീട് ആലിപ്പറമ്പ് ശിവരാമ പൊതുവാൾ സ്മാരക ട്രസ്റ്റിന്റെ ഒരു എൻഡോമെന്റ് പ്രശസ്ത മദ്ദള കലാകാരൻ കോങ്ങാട് സുകുമാരനും പൂക്കാട്ടിരി രാമപൊതുവാൾ സ്മാരക ട്രസ്റ്റിന്റെ എൻഡോമെന്റ് ചെറുതാഴം കുഞ്ഞിരാമമാരാർക്ക് 4 അവാർഡുകളും അതോടുകൂടി കമ്മിറ്റി ഒരു 3-4 വർഷമായിട്ട് നമ്മുടെ ഈ മുനിസിപ്പൽ ഏരിയ എന്ന് പറഞ്ഞാൽ പണ്ട് നമ്മുടെ 7 ദേശമാണ്.
മുനിസിപ്പൽ ഏരിയയിൽ പുറത്ത് നെല്ലായും കൂടി ഉണ്ട്. 7 ദേശത്തിൽപ്പെട്ട ഡയാലിസിസ് അല്ലെങ്കിൽ അങ്ങനത്തെ മേജർ അസുഖമുള്ള ഒരാൾക്ക് നമ്മൾ ചികിത്സാ സഹായം നൽകുന്നുണ്ട്. അതും ഈ ദിവസം അതൊരു 10,000 രൂപ ഈ ഉത്സവത്തോടനുബന്ധിച്ച് അതൊരു ഡയാലിസിസ് പേഷ്യൻറ്റിനെയാണ് കണ്ടെത്തിയത് പന്നിയൂർച്ചയുള്ളത്. ഇപ്പോൾ 5-5 വർഷമായി. 8-ാം തീയതി രാവിലെ 9-ന് മലബാർ ദേവസ്വം ബോർഡ് ഏരിയ കമ്മിറ്റി ചെയർമാൻ എം ദണ്ഡപാണി സംഗീതോത്സവം ഉദ്ഘാടനം ചെയ്യും. അന്നു രാത്രി 10 മുതൽ PSV നാട്യസംഘം അവതരിപ്പിക്കുന്ന കർണശപഥം, ദുര്യോധനവധം കഥകളിയും ഉണ്ടാകും. 11-ാം തീയതിയാണ് 8-ാം വിളക്ക് ആഘോഷിക്കുന്നത്. അന്നു രാവിലെ മഞ്ചേരി ഹരിദാസിന്റെ നേതൃത്വത്തിൽ പഞ്ചാരിമേളവും വൈകിട്ട് ചെറുപ്പുളശ്ശേരി ശിവൻ, ചോറ്റാനിക്കര വിജയൻ മാരാർ എന്നിവർ നയിക്കുന്ന പഞ്ചവാദ്യവും നടക്കും. രാത്രിയിൽ ശുഗപുരം ദിലീപ്, പോരൂർ ഉണ്ണികൃഷ്ണൻ, മട്ടന്നൂർ ശ്രീരാജ് എന്നിവർ നയിക്കുന്ന തായമ്പകകളും അരങ്ങേറും. 12-ന് പള്ളിവേട്ടയും 13-ന് ആറാട്ടും നടക്കും. ഉത്സവ ദിനങ്ങളിൽ പ്രസാദൂട്ടും 3-ാം വിളക്ക് മുതൽ 8-ാം വിളക്ക് വരെ ഉത്സവ ബലിയും ഉണ്ടാകുമെന്ന് ആഘോഷ കമ്മിറ്റി അറിയിച്ചു. ബാക്കി ക്ഷേത്രങ്ങളെ അപേക്ഷിച്ച് ക്ഷേത്രത്തിനകത്തെ ചടങ്ങുകൾക്ക് പ്രാമുഖ്യം നൽകുന്ന ക്ഷേത്രമാണ് അയ്യപ്പൻകാവ്. അതുകൊണ്ട് പുറത്ത് അത്യാവശ്യം കലാപരിപാടികളൊക്കെ ഉണ്ടെങ്കിലും ക്ഷേത്രത്തിനകത്തുള്ള പൂജാതി കർമ്മങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യം. 10 ദിവസവും കലാപരിപാടികളുണ്ട്. കൂടാതെ ഉച്ചയ്ക്ക് എല്ലാ ഭക്തജനങ്ങൾക്കും പ്രസാദൂട്ട്, 8-ാം വിളക്ക് ദിവസം കഞ്ഞിസദ്യ, രാവിലെ 4 മണി മുതൽക്ക് ദേശപ്പകർച്ച, അതിനുശേഷം 10 മണി മുതൽക്ക് എല്ലാ ഭക്തജനങ്ങൾക്കും കഞ്ഞിസദ്യയും. ഏകദേശം ഒരു 20,000 ആൾക്കുള്ള കഞ്ഞിയും പുഴുക്കുമാണ് റെഡിയാക്കുന്നത്. എല്ലാ ഭക്തജനങ്ങളെയും എല്ലാ സജ്ജനങ്ങളെയും ഈ ഉത്സവാഘോഷത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാവരും 10 ദിവസമുള്ള ഉത്സവാഘോഷത്തിൽ പങ്കെടുക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. കൊടിയേറ്റം ദിവസമായ 4-ാം തീയതി വൈകിട്ട് 5 മണിക്ക് ക്ഷേത്രത്തിന് കീഴിലുള്ള വാദ്യകലാക്ഷേത്രത്തിൽ അഭ്യസിച്ച പ്രഥമ ബാച്ചിൻ്റെ അഷ്ടപതി ഇടയ്ക്ക അരങ്ങേറ്റം. നമ്മൾ 4 മാസം മുമ്പ് ഈ കലാക്ഷേത്ര ഉദ്ഘാടനം എല്ലാവരും ഒന്ന് വന്നിരുന്നു. അതിൽ അഭ്യസിച്ച ആദ്യത്തെ ബാച്ചാണ്. വൈകിട്ട് 5 മണിക്ക് ആദ്യത്തെ ബാച്ചിൻ്റെ അരങ്ങേറ്റം. CCN ചെറുപ്പുളശ്ശേരി. പ്രകൃതിക്ക് അച്ചടക്കമുള്ളതുപോലെ മനുഷ്യന് അച്ചടക്കം പരിശീലിപ്പിക്കാനുള്ള പാഠശാലയാണ് റമദാൻ എന്ന് ജമിയത്തുൽ ഉലമ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഉസ്താദ് അലിയാർ ഖാസിമി വല്ലപ്പുഴ തെങ്ങും വളപ്പിൽ സംഘടിപ്പിച്ച ഖുർആൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വ്യക്തി എന്നുള്ള നിലയ്ക്കും പ്രസ്ഥാനങ്ങൾ എന്നുള്ള നിലയ്ക്കും സമൂഹങ്ങൾ എന്നുള്ള നിലയ്ക്കും രാഷ്ട്രങ്ങൾ എന്നൊക്കെയുള്ള നിലയ്ക്ക് സ്വന്തം സ്വത്വത്തെയും നിലപാടുകളെയും ആദർശങ്ങളെയും പ്രയോഗിക്കാൻ കഴിയാത്ത വണ്ണം വ്യക്തികളെയും രാഷ്ട്രങ്ങളെയും ഒക്കെ ബന്ദിയാക്കി നിർത്തിക്കൊണ്ട് വളരെ മാരകമായ പ്രയോഗങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറയിൽ വമസലുല്ലദീന കഫറു കമസലില്ലദീന യഖഉ ബിമാ ലാ യസ്മഉ ഇല്ലാ ദുആഅൻ വനിദാ സുമ്മൻ ബുകുമൻ ഉംയൻ ഫഹും ലാ യഅഖിലൂൻ. ഇടയനാൽ തെളിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആട്ടിൻകൂട്ടത്തെ പോലെയാണ് അവരുടെ ഉദാഹരണം. ഇടയൻ ആട്ടിൻകൂട്ടത്തിന് തെളിച്ചിട്ട് പോകും. ബഷീർ ഷർഖി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സലീം അമ്പാട് മുഖ്യപ്രഭാഷണം നടത്തി. CV മൊയ്തു ഖുർആൻ അവതരണം നടത്തി. ബഷീർ ഷർഖി സമാപന പ്രസംഗവും പ്രാർത്ഥനയും നിർവഹിച്ചു. NK ഹുസൈൻ ഉമരി സ്വാഗതവും KP ഹസനുൽ ബന്ന നന്ദിയും പറഞ്ഞു. CCN ചെറുപ്പുളശ്ശേരി. അമ്പലപ്പാറ കടമ്പൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച പുതിയ 3 നില കെട്ടിടത്തിന്റെ ഉദ്ഘാടനം വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഓൺലൈനായി നിർവഹിച്ചു. ചടങ്ങിൽ K പ്രേംകുമാർ MLA അധ്യക്ഷത വഹിച്ചു. 3.90 കോടി രൂപ വിനിയോഗിച്ചാണ് ആധുനിക സൗകര്യങ്ങളോടുള്ള പുതിയ മന്ദിരം പണിതീർത്തത്. സ്കൂൾ പ്രിൻസിപ്പൽ P മനോജ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. അമ്പലപ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് K രാധാകൃഷ്ണൻ, വൈസ് പ്രസിഡന്റ് സയ്യിദ സലീം, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ K വിനോദ്, K കൃഷ്ണപ്രകാശ്, പഞ്ചായത്ത് അംഗം A വിജിത എന്നിവർ സംസാരിച്ചു. ഭാസ്കരൻ നമ്പൂതിരിപ്പാട്, TM സലീന BV, സിജു തോമസ്, KP ഹരികൃഷ്ണൻ, PP ഹരിദാസ് തുടങ്ങിയവരും ചടങ്ങിൽ സംബന്ധിച്ചു. CCN കടമ്പഴിപ്പുറം. അമ്പലപ്പാറ പഞ്ചായത്തിലെ കടമ്പൂർ പനിയൂർക്കാവ് തടയണയുടെ നിർമ്മാണോദ്ഘാടനം ജലവിഭവ വകുപ്പ് മന്ത്രി K കൃഷ്ണൻകുട്ടി നിർവഹിച്ചു.
സൗരോർജ്ജം ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള പദ്ധതി കൂടി ഇതിന്റെ ഭാഗമായി നടപ്പിലാക്കുമെന്ന് മന്ത്രി അറിയിച്ചു. 5 സെന്റിൽ നിന്ന് പരമാവധി വരുമാനം ലഭിക്കുന്ന രീതിയിലുള്ള കൃഷി രീതികളിലേക്ക് ജനങ്ങൾ മുന്നോട്ട് വരണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കെ പ്രേംകുമാർ MLA അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ അമ്പലപ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് കെ രാധാകൃഷ്ണൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ വിനോദ്, MG ലത, PP ഹരിദാസ് തുടങ്ങിയവർ പങ്കെടുത്തു. നവകേരള മിഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 2.66 കോടി രൂപ ചിലവിലാണ് തടയണ നിർമ്മിക്കുന്നത്. 60 മീറ്റർ നീളത്തിലും 3 മീറ്റർ ഉയരത്തിലുമുള്ള തടയണ പൂർത്തിയാകുന്നതോടെ 67 ഹെക്ടറിലെ കൃഷിക്കും സമീപ പ്രദേശങ്ങളിലെ കിണറുകളിലെ ജലനിരപ്പ് വർദ്ധിപ്പിക്കാനും സാധിക്കും. CCN കടമ്പഴിപ്പുറം. മലപ്പുറം ജില്ലാ കളക്ടർ ഡോക്ടർ വിനയ് ഗോയലിന്റെ അധ്യക്ഷതയിൽ ജില്ലാ ആസൂത്രണ സമിതി ഹാളിൽ ജില്ലാ വികസന സമിതി യോഗം ചേർന്നു. സ്ത്രീകളിലെ സെർവിക്കൽ ക്യാൻസറിനെതിരായ HPV വാക്സിൻ ക്യാമ്പയിൻ ജില്ലയിൽ ആരംഭിച്ചതായി ജില്ലാ മെഡിക്കൽ ഓഫീസർ യോഗത്തിൽ അറിയിച്ചു. ആദ്യഘട്ടത്തിൽ 14 വയസ്സ് പൂർത്തിയായവർക്കും 15 വയസ്സ് കവിയാത്തവർക്കുമായ പെൺകുട്ടികൾക്കാണ് വാക്സിൻ നൽകുന്നത്. എല്ലാ സർക്കാർ ആരോഗ്യ കേന്ദ്രങ്ങളിലും ലഭ്യമായ ഈ വാക്സിൻ എടുക്കാൻ താൽപര്യമുള്ളവർ യുവിൻ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. ഭാവിയിൽ ഇത് നിർബന്ധിത വാക്സിൻ ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തുമെന്നും DMO വ്യക്തമാക്കി. ജപ്പാൻ മസ്തിഷ്ക ജ്വരത്തിനെതിരെയുള്ള വാക്സിനേഷൻ ക്യാമ്പയിനിൽ ഇതുവരെ 1,23,494 കുട്ടികൾ വാക്സിൻ സ്വീകരിച്ചതായി യോഗം വിലയിരുത്തി. ലക്ഷ്യമിട്ട 12 ലക്ഷത്തിലധികം കുട്ടികളിൽ ബാക്കിയുള്ളവർക്ക് വാക്സിൻ നൽകുന്നത് രക്ഷിതാക്കളുടെ സമ്മതപത്രം ലഭിക്കാത്തതിനാൽ വൈകുകയാണെന്നും ഇത് പൂർത്തിയാക്കാൻ പ്രത്യേക യോഗം ചേരുമെന്നും കളക്ടർ അറിയിച്ചു. അംഗൻവാടി കുട്ടികൾക്ക് പോഷകാഹാരം വിതരണം ചെയ്ത വകയിൽ കുടുംബശ്രീ യൂണിറ്റുകൾക്ക് നൽകാനുള്ള 14.89 ലക്ഷം രൂപയുടെ കുടിശ്ശിക മാർച്ച് 5-നകം ലഭ്യമാക്കുമെന്ന് കുടുംബശ്രീ ജില്ലാ കോർഡിനേറ്റർ ഉറപ്പു നൽകി. കൊണ്ടോട്ടി താലൂക്ക് ആശുപത്രിയിൽ ഡെന്റൽ അസിസ്റ്റന്റിനെ മാർച്ച് 15-നകം നിയമിക്കുമെന്നും ആശുപത്രിയിലേക്ക് ആവശ്യമായ ഉപകരണങ്ങൾക്കായി കിഫ്ബിക്ക് കത്തു നൽകിയിട്ടുണ്ടെന്നും യോഗത്തിൽ അറിയിപ്പുണ്ടായി. മുണ്ടുപറമ്പ് ജില്ലാ ഹോമിയോ ആശുപത്രിയിൽ ഉച്ചയ്ക്ക് ശേഷം OP ഇല്ലാത്തത് മൂലമുള്ള ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാൻ പ്രത്യേക യോഗം വിളിക്കും. കൂടാതെ ബസ് സ്റ്റാൻഡിൽ കയറാതെ പോകുന്ന സ്വകാര്യ ബസ്സുകൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കാൻ RTOക്ക് നിർദ്ദേശം നൽകി. തിരൂർ KSCB ഓഫീസിന് മുന്നിലെ ചാർജിംഗ് സ്റ്റേഷൻ 2 ആഴ്ചയ്ക്കകം പ്രവർത്തനക്ഷമമാക്കുമെന്നും യോഗത്തിൽ തീരുമാനമായി. ജില്ലയിലെ വിവിധ വകുപ്പുകളുടെ വാർഷിക പദ്ധതി ചിലവ് 91.29% പുരോഗതി കൈവരിച്ചതായും യോഗം വിലയിരുത്തി. ADM K ദേവകി, ജില്ലാ പ്ലാനിംഗ് ഓഫീസർ TV ഷാജു, ജനപ്രതിനിധികളുടെ പ്രതിനിധികൾ, വിവിധ ജില്ലാതല ഉദ്യോഗസ്ഥർ എന്നിവർ യോഗത്തിൽ സംബന്ധിച്ചു. CCN മലപ്പുറം. അടിസ്ഥാന വികസനം, ആരോഗ്യം, വിദ്യാഭ്യാസം, കൃഷി തുടങ്ങിയ പ്രധാന മേഖലകൾക്ക് വലിയ പ്രാധാന്യം നൽകിക്കൊണ്ട് മലപ്പുറം നഗരസഭയുടെ 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റ് അവതരിപ്പിച്ചു. നഗരസഭാ വൈസ് ചെയർമാൻ ജിതേഷ് G അനിലാണ് വികസന രേഖ അവതരിപ്പിച്ചത്. 1657 രൂപ ചെലവും 29,6,77,166 രൂപ നീക്കിവെപ്പുള്ള ബഡ്ജറ്റാണ് 2025-26 പുതുക്കിയ ബഡ്ജറ്റ്. 29,6,77,166 രൂപയുടെ മുന്നിരിപ്പും 240,62,65,760 29,6,77,116 രൂപ മുൻ നീക്കിയിരിപ്പും 246,62,65,783 രൂപ വരവും പ്രതീക്ഷിക്കുന്ന ബജറ്റിൽ 219,65,98 രൂപ ചിലവും 56,03,44,949 രൂപ മിച്ചവുമാണ് കണക്കാക്കുന്നത്. നഗരത്തിന്റെ മുഖച്ഛായ മാറ്റുന്ന വിവിധ പദ്ധതികൾക്കായി വലിയ തുകയാണ് ബജറ്റിൽ വകയിരുത്തിയിരിക്കുന്നത്. ടൗൺഹാൾ നവീകരണത്തിനായി 1 കോടി രൂപയും തെരുവു കച്ചവടം ഏകീകരിക്കുന്നതിനായി 50 ലക്ഷം രൂപയും മാറ്റിവെച്ചു. ടൂറിസം പദ്ധതികൾക്കായി 30 ലക്ഷം രൂപയും സ്മാർട്ട് വേസ്റ്റ് മാനേജ്മെന്റ് സിസ്റ്റം നടപ്പിലാക്കുന്നതിന് 15 ലക്ഷം രൂപയും നീക്കിവെച്ചിട്ടുണ്ട്. കായിക മേഖലയ്ക്ക് വലിയ പ്രോത്സാഹനം നൽകുന്നതിന്റെ ഭാഗമായി ഇന്റർനാഷണൽ ഫുട്ബോൾ അക്കാദമിക്കായി 15 ലക്ഷം രൂപയും ചെയർപേഴ്സൺ ട്രോഫി ഫുട്ബോൾ മത്സരത്തിനായി 5 ലക്ഷം രൂപയും ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നഗരത്തിലെ സ്ട്രീറ്റ് ലൈറ്റ് സംവിധാനങ്ങൾക്കായി 10 ലക്ഷം രൂപയും മലപ്പുറം ചന്ത ആധുനികവൽക്കരിക്കുന്നതിന് 10 ലക്ഷം രൂപയും വകയിരുത്തി. കൂടാതെ സാംസ്കാരിക ഇടം ഒരുക്കുന്നതിനായി 5 ലക്ഷം രൂപയും മലപ്പുറം മേളയ്ക്കായി 5 ലക്ഷം രൂപയും ബജറ്റിലുണ്ട്. CCN മലപ്പുറം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
അമ്പലപ്പാറ പഞ്ചായത്തിലെ കടമ്പൂർ പനയൂർക്കാവ് തടയണയുടെ നിർമ്മാണോദ്ഘാടനം ജലവിഭവ വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി നിർവഹിച്ചു. സൗരോർജ്ജം ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള പദ്ധതി കൂടി ഇതിന്റെ ഭാഗമായി നടപ്പിലാക്കുമെന്ന് മന്ത്രി അറിയിച്ചു. ബലക്ഷയം കണ്ടെത്തിയതിനെ തുടർന്ന് അപകടാവസ്ഥയിലായ ചെർപ്പുളശ്ശേരിയിലെ പഴയ ബസ് സ്റ്റാൻഡ് കെട്ടിട സമുച്ചയം പൊളിച്ചു നീക്കാൻ നഗരസഭ നടപടി തുടങ്ങി. പകരമായി ആധുനിക സൗകര്യങ്ങളോട് കൂടിയ പുതിയ കെട്ടിടം നിർമ്മിക്കാൻ 2025-26 സാമ്പത്തിക വർഷത്തിൽ 7 കോടി രൂപയുടെ പദ്ധതി രേഖ നഗരസഭ തയ്യാറാക്കിയിട്ടുണ്ട്. അടിസ്ഥാന വികസനം, ആരോഗ്യം, വിദ്യാഭ്യാസം, കൃഷി തുടങ്ങിയ പ്രധാന മേഖലകൾക്ക് വലിയ പ്രാധാന്യം നൽകിക്കൊണ്ട് മലപ്പുറം നഗരസഭയുടെ 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റ് അവതരിപ്പിച്ചു. നഗരസഭ വൈസ് ചെയർമാൻ ജിതേഷ് ജി അനിലാണ് വികസന രേഖ അവതരിപ്പിച്ചത്. മലപ്പുറം ജില്ലാ കളക്ടർ ഡോക്ടർ വിനയ് ഗോയലിന്റെ അധ്യക്ഷതയിൽ ജില്ലാ ആസൂത്രണ സമിതി ഹാളിൽ ജില്ലാ വികസന സമിതി യോഗം ചേർന്നു. സ്ത്രീകളിലെ സർവിക്കൽ ക്യാൻസറിനെതിരായ HPV വാക്സിൻ ക്യാമ്പയിൻ ജില്ലയിൽ ആരംഭിച്ചതായി ജില്ലാ മെഡിക്കൽ ഓഫീസർ യോഗത്തിൽ അറിയിച്ചു. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്.